ജോബ്സ് ലൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റി ഡീറ്റെയിൽസുമായിട്ടാണ്. ഇപ്പോൾ ഇത് വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഹുഡ്കോയിലാണ്. അവിടെ നമ്മുടെ കോൺട്രാക്ട് ബേസിലെ നിയമനമാണ്. 4 വർഷത്തേക്ക് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോൾ 1 ഇയറിലേക്കാണ് നിയമനം നടത്തുന്നത്. ഇതിൽ വിളിച്ചിരിക്കുന്ന ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇത് ലെവൽ 1 ആണ്. പേയ്മെൻറ്റ് വരിക ന്യൂഡൽഹിയിലായിരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ആണ്. മിനിമം 60% മാർക്ക് വേണം. അതല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള CGPA വേണം. അതിന് കൂടുതലും 1 ഇയർ ഡിപ്ലോമ ഓഫീസ് മാനേജ്മെൻറ്റിൽ വേണം. അതുപോലെ കമ്പ്യൂട്ടേഴ്സിൽ പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിഫറബിൾ ആയിരിക്കും. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 35 ഇയേഴ്സ് ആണ്. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് 5 ഇയേഴ്സ് ആണ്. ഒരു വേക്കൻസി ജനറലാണ് ഉള്ളത്. സെക്കൻഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ആണ്. എക്കണോമിക്സിൽ ലെവൽ 1 ആണ്. ഡൽഹിയിലാണ് വേക്കൻസി. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഫുൾ ടൈം ആണ്. എക്കണോമിക്സിലോ ബിസിനസ് എക്കണോമിക്സിലോ അല്ലെങ്കിൽ ഫുൾ ടൈം MBA ഫിനാൻസിലോ അതല്ലെങ്കിൽ 2 ഇയർ PG ആണ് ഫിനാൻസിൽ. അത് മിനിമം 60% മാർക്ക് അല്ലെങ്കിൽ ഇക്വലൻ്റ് CGPA വേണം. ഇതിൻ്റെ ഏജ് ലിമിറ്റും 35 ഇയേഴ്സ് ആണ്. 5 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം. ഒരു വേക്കൻസി ജനറലിനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ആണ്. പ്രോജക്റ്റിൽ ലെവൽ 1 പേയ്മെന്റ് ആണ്. ന്യൂഡൽഹിയിലാണ്. BRCO BEO ആണ് സിവിലിൽ. അതിന് 60% അല്ലെങ്കിൽ CGPA അതിന് ഇക്വലന്റ് വേണം. അതുപോലെ അർബൻ പ്ലാനിംഗ്, എൻവയോൺമെന്റൽ പ്ലാനിംഗ്, ഹൗസിംഗ്, പബ്ലിക് പോളിസി ഇതിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിഫറബിൾ ആയിരിക്കും. 35 ഇയേഴ്സ് ആയിരിക്കും ഏജ് ലിമിറ്റ്. 5 ഇയർ നിങ്ങൾക്ക് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും വേണ്ടതാണ്. 2 വേക്കൻസീസ് ആണ് ജനറലിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ആണ്. ഫിനാൻസിൽ ബാലൻസ് ഷീറ്റ്. ലെവൽ 1 പേയ്മെന്റ് ആണ്. ന്യൂഡൽഹിയിലാണ്. ഇത് CAO CMA ആണ്. റെഗുലർ ഫുൾ ടൈം MBA ഫിനാൻസുകാർക്കും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 2 ഇയർ PGD വേണം. ഫിനാൻസിൽ 60% മാർക്ക് അല്ലെങ്കിൽ ഇക്വലൻ്റ് CGPAയും കൂടി വേണ്ടതാണ്. ഏജ് ലിമിറ്റ് 35 ഇയേഴ്സ് ആണ്. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയിട്ട് 5 ഇയേഴ്സ് വേണം. ജനറലിന് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഫിനാൻസ് ടാക്സേഷനിലാണ്. ലെവൽ 1 പേയ്മെന്റ് ആണ്. ഡൽഹിയിലാണ്. ഇത് CA അല്ലെങ്കിൽ CMA ആണ്. ഫുൾ ടൈം MBA ഫിനാൻസ് അതല്ലെങ്കിൽ 2 ഇയർ PGD ഫിനാൻസ് 60% മാർക്കും CGPA വേണ്ടതാണ്. 35 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ്. ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയിട്ട് 5 ഇയേഴ്സ് പറയുന്നുണ്ട്. 1 വേക്കൻസി ആണ് ജനറലിന് വരുന്നത്. അടുത്തത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഫിനാൻസ് റിസ്ക് മാനേജ്മെന്റിലാണ്. CA CMA ഫുൾ ടൈം MBA അല്ലെങ്കിൽ 2 ഇയർ PGD 60% മാർക്കോട് കൂടിയാണ് ക്വാളിഫിക്കേഷൻ. ന്യൂഡൽഹിയിലാണ് വേക്കൻസി. ലെവൽ 1 പോസ്റ്റ് ആണ്. 5 ഇയർ എക്സ്പീരിയൻസ് വേണം. ഒരു സീറ്റ് ജനറലിനാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അടുത്തത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് CS-ലാണ്. അതിന് അസോസിയേറ്റ് മെമ്പർ ആയിരിക്കണം. ICSAയിലെ LLB ഉള്ളവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഡൽഹിയിലായിരിക്കും. ലെവൽ 1 പേയ്മെന്റ് ആണ്. 35 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ്. ഇതിന് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയിട്ട് 5 ഇയേഴ്സ് വേണം. ജനറലിന് ഒരു സീറ്റ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് പ്രോജക്റ്റ് GIS-ലാണ്. ലെവൽ 1 പേയ്മെന്റ് ആണ്. ന്യൂഡൽഹിയിലാണ്. MSc ഇൻ ജിയോ ഇൻഫോർമാറ്റിക്സ് ആണ്. അതല്ലെങ്കിൽ ജോഗ്രഫിയിൽ PG ഡിപ്ലോമയോട് കൂടി GIS-ൽ അല്ലെങ്കിൽ റിമോട്ട് സെൻസിംഗിൽ അല്ലെങ്കിൽ റിമോട്ട് സെൻസിൽ MTech അതിൻ്റെ കൂടെ 60% മാർക്കും വേണം. ഏജ് ലിമിറ്റ് 35 ഇയേഴ്സ് ആണ്. 5 ഇയർ എക്സ്പീരിയൻസ് വേണം. ഒരു വേക്കൻസി ജനറലിനാണുള്ളത്. അടുത്തത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഫിനാൻസ് ROയിലാണ്. അത് CA അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ റെഗുലർ MBA ഫിനാൻസ് ആണ്. അല്ലെങ്കിൽ 2 ഇയർ PGD വിത്ത് മിനിമം 60% മാർക്കും. ഇത് ലെവൽ 1 പേയ്മെന്റ് ആണ്. ഇതിൽ ബാംഗ്ലൂർ, ജമ്മു, കൊൽക്കത്ത, മുംബൈയിൽ വേക്കൻസീസ് ഉണ്ട്. 35 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ്. 5 ഇയർ എക്സ്പീരിയൻസ് വേണം. ഇതിൽ 2 സീറ്റ്സ് OBCക്കും 1 സീറ്റ് SCക്കും 1 സീറ്റ് ജനറലിനും റിസർവ്ഡ് ആണ്. അങ്ങനെ ഇൻ ടോട്ടൽ 13 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന് നിങ്ങൾക്ക് റെമ്യൂണറേഷൻ ആയിട്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ലെവൽ 1 പേയ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് 65,000 റുപ്പീസ് ആണ് വരുന്നത്. ഈ 65 ഇതിന്റെ ബേസിക് പേ 50%, അതിനകത്ത് നിന്ന് 12% ബേസിക് പേയുടെ 6% PF ആയിട്ടും അതുപോലെ 15% HRA, അതുപോലെ ഗ്രാറ്റുവിറ്റി ആയിട്ട് 5%, പിന്നെ ലംസം ബെനിഫിറ്റ്സ് ആയിട്ട് 24% ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ ആനുവൽ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് 1 ഇയറിലേക്ക് ആയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ എക്സ്റ്റൻഷനിലും നിങ്ങൾക്ക് പേയ്മെൻറ്റിൽ ആനുവൽ ഇൻക്രിമെൻറ്റ് കൂട്ടുന്നതാണ്. ഇനി ഇതിന് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലീവ് ഉണ്ട്. ക്യാഷ്വൽ ലീവ് 12 ആണ്. അതുപോലെ റെസ്ട്രിക്റ്റഡ് ഹോളിഡേ അല്ലെങ്കിൽ ഓപ്ഷണൽ ഹോളിഡേ 2, സിക്ക് ലീവ് 10 നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ TDA ഉണ്ട്. കൺവെയൻസ് അലവൻസ് 5,000 ഉണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് പെർ ആനം നിങ്ങൾക്ക് 7,000 ഉണ്ട്.
ആനുവൽ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങളുടെ റേറ്റിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൂടി വരുന്നതാണ്. ഇപ്പോൾ വെരി ഗുഡ് ഒക്കെ ആണെങ്കിൽ 75%, അതുപോലെ ഗുഡ് ആണെങ്കിൽ 50% വരും. മീൽ കൂപ്പൺസ് ഉണ്ട് 2000 പെർ മന്ത് തന്നെ. അതുപോലെ മൊബൈൽ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ പോസ്റ്റുകൾക്ക്. സോ ഇതിൻ്റെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഓവറോൾ പെർഫോമൻസ് ഇൻ്റർവ്യൂവിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും. നിങ്ങൾക്കത് ഓൺലൈൻ മോഡിലോ അല്ലെങ്കിൽ നേരിട്ടോ ഈ ഇൻ്റർവ്യൂ കാണാവുന്നതാണ്. സോ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ്, ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യുകയുള്ളൂ. ആ പേഴ്സണൽ മാർക്ക്, അതിനാൽ കിട്ടുന്ന മാർക്ക് വെച്ചിട്ടായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. 50% മാർക്കെങ്കിലും മിനിമം വേണ്ടതാണ്. സോ ഇന്ത്യൻ നാഷണാലിറ്റി ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഏജിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് നോക്കുന്നത് 2024 May 4 അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ ഡേറ്റ് നോക്കുന്നത്. സോ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഇതിൻ്റെ ആപ്ലിക്കേഷനിലുണ്ട്. ആപ്ലിക്കേഷനിൽ നമ്മൾ ഹാർഡ് കോപ്പി ഒന്നും ഇവർക്ക് സെൻഡ് ചെയ്യേണ്ടതില്ല. നമ്മൾ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഇതിൽ വരുവാണെങ്കിൽ നിങ്ങൾ hrSUDZIO@sudco.org എന്നുള്ള മെയിലിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോർ ഫിക്സഡ് ടൈം ബേസിസ് എന്നുള്ള രീതിയിൽ വേണം നിങ്ങളുടെ എന്തെങ്കിലും ക്വയറീസ് ആണെങ്കിൽ നിങ്ങൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് May 19 ആണ്. വൈകിട്ട് 6 മണി വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അറ്റാച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ.